ദേവയാമി. രചന കല്യാണി. അന്നൊരു വൈകുന്നേരം കോരിച്ചൊരിയുന്ന മഴയത്ത് അവൾ ആ വിജനമായ വഴിയിലൂടെ നടക്കുകയാണ്. ഉള്ളിലെ സങ്കടത്തിന്റെ കാഠിന്യത്താൽ മഴയുടെ അന്ധകാരവും വിജനമായ വീതിയും അവളിൽ ഭയം ജനിപ്പിച്ചില്ല. അത്രത്തോളം അവളുടെ ഹൃദയത്തിൽ നോവുണർന്നു. അത്രമേൽ അവൻ തന്നിൽ ആഴത്തിൽ പതിഞ്ഞെന്ന് അവൾ തിരിച്ചറിയുകയായിരുന്നു. അവന്റെ ഓർമ്മകളിൽ അവളുടെ ഹൃദയത്തിൽ നിന്ന് രക്തം കിരിഞ്ഞു. ഇവൾ ആമി എന്ന യാമിക വേദധ്വനി. ബാങ്ക് ഉദ്യോഗസ്ഥനായ കൃഷ്ണന്റെയും വീട്ടമ്മയായ രാധികയുടെയും 2 മക്കളിൽ ഇളയവൾ. ആമിക്കൊരു ചേട്ടനാണ്, യാത്വിക് ദേവാനന്ദ് എന്ന നന്ദു ബാംഗ്ലൂരിൽ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഇതാണ് ആമിയുടെ കൊച്ചു സന്തുഷ്ട കുടുംബം. അങ്ങനെ ഇരിക്കെ ആ കൊച്ചു കുടുംബത്തിലെ ദേവതയുടെ ജീവിതത്തിലേക്ക് അവന്റെ വരവ് തികച്ചും യാദൃശ്ചികമായിരുന്നു. ആമി 8ൽ പഠിക്കുമ്പോൾ കൂട്ടുകാരുമൊത്ത് ബസ് സ്റ്റോപ്പിൽ നടക്കുന്ന വഴിയിൽ വെച്ച് എതിരെ ബൈക്കിൽ വന്നവന്റെ മുഖം ആദ്യ കാഴ്ചയിൽ തന്നെ ആമിയുടെ മനസ്സിൽ പതിഞ്ഞു. ആ നിമിഷം തന്നിലേക്ക് നീണ്ട ആ നീലമിഴികളിൽ തന്നെ നോക്കി നിൽക്കാൻ ആമി ഒത്തിരി കൊതിച്ചു. പിന്നീടുള്ള ദിവസങ്ങളിൽ ആ നീലമിഴികളെ ഒരു നോക്ക് കാണാൻ ആമിയുടെ ഉള്ളം വെമ്പി. എന്നാൽ പിന്നീട് ഒരിക്കലും അവൾ ആ മുഖം കണ്ടില്ല. പക്ഷെ അപ്പോഴും ആ നീലമിഴികൾ അവളിൽ മികവോടെ തെളിഞ്ഞു നിന്നു. നീലമിഴികളെ അവൾ തേടാത്ത ആൾക്കൂട്ടങ്ങളില്ല. ചേട്ടനേക്കാളുപരി തന്റെ ആത്മസുഹൃത്തായ നന്ദുവിനോട് അവളെല്ലാം പങ്കുവെച്ചു. എന്തുകൊണ്ടാണ് ഒരു പരിചയമില്ലാത്ത ആ മിഴികളെ താൻ തേടുന്നതെന്ന് ആമിക്ക് അറിയില്ലായിരുന്നു. 10th പബ്ലിക് എക്സാം കഴിഞ്ഞ് മടങ്ങും വഴി വീണ്ടും ആ നീലമിഴികൾ ആമിയുടെ കണ്ണിൽ പെട്ടു. അന്ന് ആവണി പറഞ്ഞറിഞ്ഞു അവളുടെ വീടിനടുത്തുള്ള ലക്ഷ്മി അമ്മയുടെ മകനാണ് ആ നീലക്കണ്ണനെന്ന്. ദേവാംശി രുദ്രദേവ് എന്ന ദേവ്. ഈ പേര് കേട്ടപ്പോൾ തന്നെ ആമിയുടെ ഉള്ളം മന്ത്രിച്ചു. തന്റെ രുദ്രേട്ടന് അമ്മ മാത്രമേ ഉള്ളൂ. അച്ഛൻ ചെറുപ്പത്തിൽ ഒരു ആക്സിഡന്റിൽ മരിച്ചു. ലക്ഷ്മി അമ്മ ഏട്ടനെ പഠിപ്പിച്ചു. ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ ലീഡിംഗ് കമ്പനികളൊന്നിന്റെ MD ആണ്. ഒരിക്കൽ അമ്പലത്തിൽ വെച്ച് തലയുറ്റി വീണ അമ്മയെ പിടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ എത്തി വീട്ടിൽ അറിയിച്ചു. മകൻ വന്നപ്പോഴാണ് ആമിക്ക് മനസ്സിലായത് അത് രുദ്രേട്ടന്റെ ലക്ഷ്മി അമ്മയാണെന്ന്. അങ്ങനെ ലക്ഷ്മി അമ്മയുമായി ആമി കൂട്ടായി. പിന്നീട് എവിടെ വെച്ച് കണ്ടാലും രുദ്രേട്ടന്റെ ഒരു പുഞ്ചിരി ലഭിക്കും. വർഷങ്ങൾ കടന്നുപോയി. ആമിക്ക് ക്യാമ്പസ് സെലക്ഷൻ വഴി DR ഗ്രൂപ്പ്സിൽ ജോലി കിട്ടി. സന്തോഷത്തിന്റെ നാളുകൾ. ദേവിന്റെ കമ്പനിയിൽ ആത്മാർത്ഥമായി തന്നെ ആമി ജോലി ചെയ്തു. അവിടെ വെച്ച് അവിടെ ഇടയിൽ എന്നും തുറന്നു പറയാമെന്ന രീതിയിലെ സൗഹൃദം വളർന്നു. ദേവിനെ കൂടുതൽ അറിയും തോറും ആമി തിരിച്ചറിയുകയായിരുന്നു വർഷങ്ങളായി തനിക്ക് അവനോടുള്ള വികാരം പ്രണയമാണെന്ന്. തന്റെ പ്രണയം തുറന്നു പറയാൻ ആമിയുടെ അപരിഷതാബോധം അവളെ സമ്മതിച്ചില്ല. ആമി മൗനമായി ദേവിനെ പ്രണയിച്ചു. ഇന്ന് കമ്പനിയുടെ 10th ഇയർ സക്സസ് സെലിബ്രേഷൻ ആയിരുന്നു. ദേവിന്റെ സന്തോഷത്തിന് അതിരുകളുണ്ടായിരുന്നില്ല. കമ്പനി സ്റ്റാഫിനെല്ലാം കൂടി ദേവ് പാർട്ടി സംഘടിപ്പിച്ചു. ആമി ദേവിനോട് സംസാരിച്ച് നിൽക്കുമ്പോൾ ആ കമ്പനിയുടെ മോഡൽ വേദപാർവതി അവിടേക്ക് എത്തുന്നു. പാറു മോഡൽ മാത്രമല്ല, ലക്ഷ്മി അമ്മയുടെ സഹോദരപുത്രി കൂടിയാണ്. അതായത് നമ്മുടെ ദേവിന്റെ മുറപ്പെണ്ണ്. കുട്ടിക്കാലം മുതൽ അവർ ഉറ്റ ചെങ്ങാതിമാരാണ്. ആ ഒരു സ്വാതന്ത്ര്യത്തിൽ പാറു ഓടി വന്ന് ദേവിനെ കെട്ടിപ്പിടിച്ചു. കവിളിയൊരു മുത്തം നൽകിയാണ് അവളുടെ സന്തോഷം അറിയിച്ചത്. ഓഫീസിൽ ഒളിഞ്ഞും തെളിഞ്ഞും സ്റ്റാഫുകൾ പറയാറുള്ളതാണ് അവർ തമ്മിൽ പ്രണയത്തിലാണെന്ന്. ഇതൊക്കെ കേട്ടിട്ട് ആമി അതിനെ വകവെച്ചിരുന്നില്ല. എന്നാൽ കൺമുമ്പിൽ ഇങ്ങനെ ഒരു സാഹചര്യം കണ്ടപ്പോൾ അവളും വിശ്വസിച്ചു പോയി. പാറുവിനെ കണ്ടപ്പോൾ സൗന്ദര്യം കൊണ്ട് എന്തുകൊണ്ടും ദേവിന് ചേർച്ച പാറുവാണെന്ന് ആമി ചിന്തിക്കാതിരുന്നില്ല. മാത്രമല്ല, പാറുവിൻ്റെ ഒപ്പം ദേവ് ഒത്തിരി സന്തോഷവാനാണ്. ഹൃദയത്തിൽ വേദന അനുഭവപ്പെട്ടു. തന്റെ കണ്ണുകൾ തന്നെ ചതിക്കുമെന്നായപ്പോൾ ഹാൻഡ് ബാഗും എടുത്ത് ആമി ഓഫീസിൽ നിന്നിറങ്ങി. കോരിച്ചൊരിയുന്ന മഴയൊന്നും അവൾ വകവെച്ചില്ല. കുട പോലും നിവർത്താതെ ലക്ഷ്യമില്ലാതെ ആമി നടന്നു. കണ്ണുനീർ മഴത്തുള്ളിയോടൊപ്പം അലിഞ്ഞു ചേർന്നു. പാറുവിനോട് സംസാരിച്ചിരുന്ന ദേവ് ആമിയെ കാണാൻ ചുറ്റിനും കണ്ണുകൾ കൊണ്ട് പരതി. എങ്ങും അവളെ കാണാഞ്ഞ് ആമിയുടെ പ്രിയ സുഹൃത്ത് ആവണിയോട് തിരക്കിയപ്പോൾ അറിഞ്ഞു തലവേദനയായതുകൊണ്ട് ആമി വീട്ടിൽ പോയെന്ന്. തന്നോട് പറയാതെ പോയത് എന്തുകൊണ്ട് എന്ന സംശയം തോന്നിയ ദേവ് കാറെടുത്ത് ആമിയെ തിരഞ്ഞിറങ്ങി. കുറച്ച് ദൂരമെത്തിയപ്പോൾ കണ്ടു ചുറ്റുമുള്ളതൊന്നും ശ്രദ്ധിക്കാൻ നടക്കുന്ന ആമിയെ. കാറിൽ നിന്നിറങ്ങി ആമിയെ വിളിക്കാനാഞ്ഞ ദേവ് കാണുന്നത് ആമിക്ക് നേരെ ചീറിപ്പാഞ്ഞെടുക്കുന്ന കണ്ടെയ്നർ ലോറിയാണ്. ഒരു നിമിഷം നിശ്ചലനായി നിന്ന ദേവ് മനോധൈര്യം വീണ്ടെടുത്ത് ആമിയെ വലിച്ചു തന്നെ നെഞ്ചോടെ അടക്കി പിടിച്ചു. ക്രമാതീതമായി മിടിക്കുന്ന പ്രിയപ്പെട്ടവന്റെ ഹൃദയത്താളം ആമിയെ അത്ഭുതപ്പെടുത്തിയെങ്കിലും ആമി പ്രതികരിച്ചില്ല. അല്പസമയത്തിന് ശേഷം ഹൃദയതാളം വരുതിയിലാക്കി ദേവ് ആമിയെ തന്നിൽ നിന്ന് അകറ്റി. ധുനി, നീ ഇതെന്താലോചിച്ച് നടക്കുക. ഇപ്പൊ ആ വണ്ടി നിന്നെ ഇടിച്ച് എനിക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. നീളാതൊരു നിമിഷം പോലും എനിക്ക് പറ്റില്ലടാ. നിനക്ക് എന്താ പറ്റിയേ? എന്തെങ്കിലും ഒന്ന് പറ ധോനി. ദേവ് ഇത്രയും പറഞ്ഞിട്ട് അവന്റെ ധ്വനി എന്ന വിളിയിൽ കുരുങ്ങിക്കിടക്കുകയാണ് ആമി കൊച്ച്. ആമിയിൽ നിന്ന് മറുപടി ഒന്നും കിട്ടാതെ ദേവ് അവനെ കുലുക്കി വിളിച്ചപ്പോഴാണ് കൊച്ചിന് ബോധം വന്നത്. എന്താ രുദ്രേട്ട എപ്പോഴാ ഇവിടെ എത്തിയേ? എന്തിനാ വന്നേ? പാർട്ടി കഴിഞ്ഞോ? പാറിയുടെ ഇത് ഏതാ സ്ഥലം? ഞാനിങ്ങനെ ഇവിടെ എത്തി? ധ്വനി മോളെ, നീ എന്തൊക്കെയാ പറയുന്നത്? അതൊന്നുമില്ല രുദ്രേട്ട. അയ്യോ, ഏട്ടനാകെ നനഞ്ഞല്ലോ. വേഗം വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ മാറ്റി, അല്ലെങ്കിൽ പനി വരും. ഞാനെന്നാ പോട്ടെ, സമയത്തിരി വൈകി. രാധുമ നോക്കിയിരിക്കായിരിക്കും. അതും പറഞ്ഞ് ആമി നടക്കാൻ തുടങ്ങി. പെട്ടെന്ന് ദേവയുടെ കയ്യിൽ പിടിച്ച് വലിച്ചു. കൊച്ചു സേഫായി ദേവിന്റെ നെഞ്ചിൽ ലാൻഡായി. രുദ്രേട്ട എന്താ ഇത്? വിട്ടേ, ആരെങ്കിലും കണ്ടാലെന്നാ? ഞാൻ എൻ്റെ പെണ്ണിനെയല്ലേ പിടിച്ചേക്കുന്നത്. അപ്പൊ പാറുവോ? പെട്ടെന്ന് ദേവന്റെ പെണ്ണെന്ന് കേട്ട ഷോക്കിൽ കൊച്ചിന്റെ വായിൽ നിന്ന് വേറൊന്നും വന്നില്ല. കാര്യം മനസ്സിലായ ദേവ് ആമിയെ വലിച്ച് കാറിൽ കയറ്റി.
രുദ്രേട്ട വീട്, എനിക്ക് വീട്ടിൽ പോകണം. നീ ഇപ്പം എന്താ വിളിച്ചത്? അത് രുദ്രേട്ടൻ എനിക്ക് ഇഷ്ടമായിട്ടോ. ദേവേട്ടനേക്കാളൊക്കെ ഫീലുണ്ട്. എന്താ എൻ്റെ തുണിയുടെ മൊത്തൊരു വാട്ടം. എന്നോട് സംസാരിച്ചിരിക്കുമ്പോഴേ വലിയ സന്തോഷത്തിലായിരുന്നല്ലോ. പാറുവാണോ കാരണം? ആമയുടെ മുഖം താന്നു, കണ്ണുനീര് ഒഴുകിയിറങ്ങി. ഇനി എൻ്റെ ധ്വനി സങ്കടപ്പെടില്ലേ? പാറു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് മാത്രമാണ്. കുട്ടിക്കാലം മുതൽ അവൾ അങ്ങനെയാണ്. നിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമാടി വന്നേ. നീ എന്നെ കാണുന്നതിന് മുന്നേ നീ എൻ്റെ ജീവനാണ്. ആമ വിടുന്ന മിഴിയോട് അവൻ പറയുന്നത് കേട്ടിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ +2 പഠിക്കുന്ന സമയം നിന്റെ ചേട്ടൻ നന്ദു എൻ്റെ ചങ്കായിരുന്നു. ഒരിക്കൽ ആ സിനിമയെ പറ്റി പറയാൻ അവനെ വിളിച്ചപ്പോഴാണ് നിന്റെ കിളിനാഥം ഞാൻ കേൾക്കുന്നത്. എന്തോ ഒരു അട്രാക്ഷൻ തോന്നി. ആദ്യം പ്രായത്തിൻ്റെ ആണെന്ന് എഴുതി വിട്ടുകളഞ്ഞു. പിന്നീട് MBA ഒക്കെ പഠിക്കുമ്പോഴാണ് നിന്റെ ഫോട്ടോ ഞാൻ നന്ദുവിൻ്റെ ഫോണിൽ കാണുന്നത്. പിന്നെ നീ വിളിക്കുമ്പോഴൊക്കെ ഞാൻ അവൻ്റെ അടുത്തെത്തും. പലപ്പോഴും അങ്ങനെ സംസാരിക്കാനുള്ള അവസരം തരാതെ അന്ന് നടന്ന കാര്യങ്ങൾ വള്ളിവിളിയേറ്റാൻ നീ കലവില പറഞ്ഞിരുന്ന എന്നോടായിരുന്നു. പിന്നെ ഞാൻ അറിയായിരുന്നു പ്രണയം എന്താണെന്ന്. ആദ്യം തന്നെ ഞാൻ എൻ്റെ പ്രണയം നന്ദുവിനെ അറിയിച്ചു. അവന് പൂർണ്ണ സമ്മതം. നാട്ടിൽ നിന്ന് വരുമ്പോൾ നിന്റെ കുറേ വീഡിയോസും ഫോട്ടോസും അവൻ എനിക്കായി കൊണ്ടുവന്നു. അമ്മയോട് ഞാനൊന്നും പറഞ്ഞില്ല കേട്ടോ. ഇടയ്ക്ക് നീ അറിയാവുന്ന നിന്നെ കണ്ടിട്ട് പോകും. നന്ദുവിനോട് ഒത്തിരി പറഞ്ഞു. എൻ്റെ പ്രണയം നിന്നെ അറിയിക്കാൻ ഞാൻ സമ്മതിച്ചില്ല. കാരണം ഒരിക്കലും നീ എൻ്റെ പ്രണയത്തിൻ്റെ പേരിൽ നിന്റെ ഭാവി നശിപ്പിക്കരുതെന്ന് എനിക്കുണ്ടായിരുന്നു. മാത്രമല്ല നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് എനിക്ക് അറിയണമായിരുന്നു. ഒരിക്കൽ നിന്നെ കണ്ടു മടങ്ങും വഴി നീ എന്നെ കണ്ടു എന്ന് എനിക്ക് മനസ്സിലായി. പിന്നീട് നീ എന്നെ തേടിയതൊക്കെ നന്ദു വഴി ഞാൻ അറിഞ്ഞു. പിന്നെ 10th എക്സാം കഴിഞ്ഞ് സന്തോഷത്തോടെ വരും നിന്റെ മുമ്പിൽ വരണം തോന്നി. അതുകൊണ്ടാണ് വന്നത്. അന്ന് എന്നെ കണ്ടപ്പോഴുള്ള നിന്റെ കണ്ണിലെ തിളക്കം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അമ്മയെ ഹോസ്പിറ്റലാക്കി എന്നറിഞ്ഞ് ഓടിപ്പാഞ്ഞെത്തിയപ്പോൾ അതാ മുന്നിൽ എൻ്റെ ധ്വനി. അന്ന് ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മയുടെ മരുമകളായിട്ട് ധ്വനിയെ തരട്ടെ എന്ന്. അമ്മയ്ക്ക് 100 വട്ടം സമ്മതം. പിന്നെ നിന്റെ പഠിത്തം കഴിയാനുള്ള വെയിറ്റിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ പെണ്ണിനെ കണ്ടുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ നന്ദുവാ നിന്നെ കമ്പനിയിൽ കൊണ്ടുവന്ന കാര്യം പറഞ്ഞേ. അങ്ങനെ എൻ്റെ ആമിക്കുട്ടി DR ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. പിന്നെ നമ്മുടെ കമ്പനി ഈ നിലയിലെത്തിയത് ഞാനൊരാളുടെ അധ്വാനം കൊണ്ടൊന്നുമല്ല, നന്ദുവിൻ്റെ കൂടെ കഴിവാണ്. അവനാണ് നമ്മുടെ ബാംഗ്ലൂർ ബ്രാഞ്ചൊക്കെ നോക്കി നടത്തുന്നത്. എനിക്ക് അമ്മയെ ഒറ്റക്കാക്കി പോകാൻ പറ്റാത്തതുകൊണ്ട് അവനെ ഏറ്റെടുത്തു. പിന്നെ അടുത്ത ദിവസം ഒഫീഷ്യലായിട്ട് വന്ന് പെണ്ണ് കാണാൻ നിന്നാ അപ്പോഴാ പാറുവിൻ്റെ കാട്ടിക്കൂട്ടിലുണ്ട് എൻ്റെ ചക്കരക്കുട്ടി ഇറങ്ങിപ്പോകുന്നത്. പിന്നെ കുറച്ച് മുന്നേ നടന്ന കോർത്തപ്പോൾ എല്ലാം പറയാമെന്ന് വിചാരിച്ചു. ഇതെല്ലാം കേട്ട് ഞെട്ടിത്തെരിച്ചിരിക്കുകയായിരുന്നു ആമി. തന്നേക്കാൾ മുന്നേ ദേവ അവളെ സ്നേഹിക്കുന്നു എന്ന സത്യം അവളെ സന്തോഷത്തിൻ്റെ കൊടുമുടിയിൽ എത്തിച്ചു. എന്നാൽ ഇത്ര നാൾ ഇതൊന്നും തന്നെ അറിയിക്കാഞ്ഞതിൽ അവൾക്ക് ചെറിയ സങ്കടം തോന്നി. അതുകൊണ്ട് തന്നെ അവൾ മുഖം വെട്ടിത്തിരിച്ചിരുന്നു. ദേവ അവിടെ പ്രവൃത്തി കണ്ടൊന്ന് പുഞ്ചിരിച്ച് വണ്ടി മുന്നോട്ടെടുത്തു. വണ്ടി നിർത്തി കണ്ടാണ് ആമി മുന്നോട്ട് നോക്കിയത്. വീടെത്തി. ഇനി എൻ്റെ കൊച്ചു പനിയൊന്നും വരുത്തി വെക്കണ്ട. പോയി ഡ്രസ്സൊക്കെ മാറി ഫുഡൊക്കെ കഴിക്കുക. ഞാൻ വീട്ടിലെത്തിയിട്ട് വിളിക്കാം കേട്ടോ. എന്നെ ആരും വിളിക്കേണ്ട. അങ്ങനെ പറയല്ലേ, ഞാൻ വിളിക്കാം. കാറിന്റെ ശബ്ദം കേട്ട് നന്ദു ഇറങ്ങി വന്നു. നന്ദുവിനൊന്നും മൈൻഡ് ചെയ്യാതെ ആമി അകത്തോട്ട് കയറിപ്പോയി. അപ്പോഴാ ദേവിനെ അവൻ കാണുന്നു. നീയുണ്ടോ? എന്താണോ മഴയ്ക്ക് നനഞ്ഞ്? ദേവ് നടന്നില്ല നന്ദുവിനോട് പറഞ്ഞു. ദൈവമേ, നീ എല്ലാം പറഞ്ഞോ? ഇല്ലടാ, നിന്നെ മാറിൻ്റെ കാര്യം മാത്രം പറഞ്ഞില്ല. സമാധാനായി. എന്നാലും എല്ലാം വേഗം അവളോട് പറയൂട്ടോ. ഇന്ന് തന്നെ പറയണം. അതാവുമ്പോൾ എല്ലാം ഒരുമിച്ച് വാങ്ങാലോ. അത് നിങ്ങൾ ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ള കാര്യം. ഞാൻ പോട്ടെ. നാളെ പെണ്ണാണ് അമ്മേനെയും കൂട്ടി വരാം. ശരിയടാ. പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. നന്ദുവിനെയും പാറുവിനെയും ദേവിനെയും ആമിയെ എല്ലാവരും പിടിച്ചങ്ങ് കെട്ടിച്ചു. 5 വർഷങ്ങൾക്ക് ശേഷം. 5 വർഷമൊക്കെ താന്ന് പറഞ്ഞ് അങ്ങോട്ട് ഓടിപ്പോയി. അങ്ങനെ എല്ലാവരും ആമിയുടെ വീട്ടിൽ ഒത്തുകൂടിയിരിക്കുകയാണ്. ഈ 5 വർഷത്തിനിടയ്ക്ക് DR കമ്പനി ഇന്ത്യാസ് ബെസ്റ്റ് ടോപ്പ് 10 ലിസ്റ്റിൽ ഇടം നേടി. പിന്നെ ദേവനാമന്റെ ധ്വനിക്കും ഒരു വടിക്ക് 2 പക്ഷി പറയും പോലെ 2 കുഞ്ഞിക്കുറുമ്പന്മാർ ജനിച്ചു. വംശി ദേവാംശം, അൻഷി ദേവാംശം. അവരുടെ കുസൃതിക്ക് ഒരു അതിരുമില്ല. ലക്ഷ്മി അമ്മയുടെ പുറകെ ഓടി നടക്കുന്നു. കൂട്ടിന് ആമിയുടെ അച്ഛനും അമ്മയും. നന്ദുവിനും പാറുവിനും അവരുടെ പ്രണയത്തിന്റെ അംശമായ ഒരു കുഞ്ഞ് മാലാഖ ജനിച്ചു. വേദകി യാദ്വിക്കുന്ന വേദൂട്ടി. അൻഷിയുടെയും വംശിയുടെയും കുഞ്ഞനിയെത്തി. 3 കൂടെ ഒന്നിച്ചാൽ അന്ന് ആ വീട് തിരിച്ചു വെക്കും. അത്രയ്ക്ക് നല്ല സ്വഭാവമാണ്. ആമിയുടെ ഫ്രണ്ട് ആവണിയുടെ കല്യാണത്തിന് പോകാൻ റെഡിയാവുകയാണ് എല്ലാവരും. എൻ്റെ ധ്വനി നിന്റെ ഒരുക്കം കഴിഞ്ഞില്ലേ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. പൊന്നുമകൾ കാട്ടിവെച്ചേക്ക് നോക്കി. ദേവ് നോക്കുമ്പോഴതാ 2 പേരും കൂടെ ആമിയുടെ സിന്ദൂരത്തിൽ കുളിച്ച് നിൽക്കുകയാണ്. അതും നല്ല സൂപ്പർ വെള്ള ഡ്രസ്സ്. ഇത് കണ്ടൊരു രുദ്രേട്ടാ. ഒരു കണക്കിനാ 2നെയും വലിച്ചു വിളിപ്പിച്ച് ഒരുക്കി നിർത്തി. ഞാനും തിരിഞ്ഞപ്പോഴേക്ക് ഈ പരുവായി. തറയിലെ മൊത്തം സിന്ദൂരം ഇപ്പോൾ തുടച്ച് കഴിഞ്ഞേ ഉള്ളൂ. എൻ്റെ ധ്വനി നിനക്ക് എന്നെ ഒന്ന് വിളിക്കായിരുന്നില്ലേ? എന്തിനാ മക്കളെ അമ്മയെ കഷ്ടപ്പെടുത്തി? അമ്മയെ സങ്കടപ്പെടുത്തിയ വാവച്ചി നിങ്ങളോട് വഴക്കിടില്ലേ? ആനോ വെച്ചേ, ഞങ്ങൾ ഇനി കുരുമ്പൊന്നും കാട്ടില്ല. വാവാച്ചി ഇപ്പം എന്നെങ്കിലും ഏറ്റോ? ആമിയുടെ വീർത്തുന്തിയ വയറിൽ തലോടിക്കൊണ്ട് മക്കൾ പറഞ്ഞു. മക്കളുടെ സംസാരവും കളിയും ചിരിയും നോക്കി ഇരുവരും പുഞ്ചിരിച്ചു. അങ്ങനെ മക്കൾ റെഡിയാക്കി ആമി സാരി ഉടുത്ത് റെഡിയായി ദേവിന്റെ കൈയും പിടിച്ച് താഴേക്ക് ചെന്നു. അവരുടെ വരവെല്ലാവരും കണ്ണെടുക്കാതെ നോക്കി നിന്നു. കുട്ടിക്കുറുമ്പന്മാരെ കണ്ടപ്പോൾ നന്ദുവിന്റെ കയ്യിൽ നിന്ന് വേദൂട്ടി കുഞ്ഞരിപ്പല്ലുകൾ കാട്ടി ചിരിക്കാൻ തുടങ്ങി. വേദുവിനെ നടുക്ക് നിർത്തി കൈയും കാലും പിടിച്ച് 3 കൂടെ നടക്കാൻ തുടങ്ങി. അവർ കാറിൽ കയറി യാത്രയായി. മക്കളുടെ കളിയും സന്തോഷങ്ങളും ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെയായി. ആമി അവളുടെ രുദ്രേട്ടനും ജീവിക്കട്ടെ.